സമാനത്തിൽ ചാനൽ നമുക്ക് ചേർത്ത് പോകാം. ദൈവത്തിന് സ്തുതി. അഭിവന്ദരായ തിരുമേനിമാരെ, വന്യ വൈദികരെ, ഗായക സംഘാംഗങ്ങളെ, സഭയുടെ ചുമതലക്കാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ആയിരിക്കാനും ദൈവവചനം ഘോഷിക്കുവാനും ദൈവം തമ്പുരാൻ എനിക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ കൺവെൻഷന് എന്നെ ക്ഷണിച്ചതാണ്. എന്നാൽ എൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് വരുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ വർഷം വീണ്ടും പ്രിയപ്പെട്ട ബിജോയച്ചൻ എന്നെ ക്ഷണിക്കുകയും ഇന്നിവിടെ വരാനിടയായതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. അതിന് കാരണക്കാരനായ അഭിമന്യ തിരുമേനിയോട്, പ്രിയപ്പെട്ട കൊച്ചമ്മയോട് കുടുംബമായി ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആതിഥ്യ സ്വീകരണങ്ങളും സൽക്കാരങ്ങളും തന്ന് സഹായിച്ച പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത മിഷണറിമാര്, മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ അധികം മുഖവുരകൾക്ക് ഇനി പോകുന്നില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 1 ശമൂവേൽ 1:27-28. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ മഹത്വമുള്ള സന്നിധിയിൽ അടുത്തു വന്ന ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവവചനം ശ്രവിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നല്ലോ. മഹായിടവകയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഭിമന്യ തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഭരണാധികാരികളെ എല്ലാവരെയും ഓർക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഇന്നത്തെ സമാപന രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വചന ശുശ്രൂഷയ്ക്കായിട്ട് അടിയങ്ങൾ ഒരുങ്ങുകയാണ്. ബലഹീനനെ അടിയനോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിന്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഈ ഒരാഴ്ചക്കാലം വിവിധങ്ങളായ വിധങ്ങളിൽ ദൈവവചനം ധ്യാനിക്കുന്നതിന് ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ അനുഗ്രഹീതമായി ജീവിച്ച ഒരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ പരമോന്നത ദൈവശാസ്ത്ര സമിതിയായ വത്തിക്കാൻ കൗൺസിൽ എൻ്റെ 2-ാം സമ്മേളനത്തിൽ ഏതാണ്ട് 1962 മുതൽ 65 വരെയുള്ള കാലം 3 വർഷക്കാലം സമ്മേളിച്ച വത്തിക്കാൻ കൗൺസിലിൽ കുടുംബം എന്ന വിഷയമാണ് സുദീർഘമായി പഠിച്ചത്. വിശദമായ പഠനത്തിന് ശേഷം അവരിറക്കിയ രേഖയിൽ
കുടുംബം എന്നതിനെക്കുറിച്ച് കൊടുത്ത ഒരു കൊച്ചു വാചകമാണ് ഈ നാളുകളിലൊക്കെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം. കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന. ദൈവം തമ്പുരാൻ ഭൂമിയിൽ സൃഷ്ടിച്ച സ്വർഗമാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഭൂമിയിൽ സ്വർഗങ്ങളായിരിക്കാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമല്ലെങ്കിൽ അത് നരകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വർഗങ്ങളാകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ഓർക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷനിൽ കുടുംബത്തെക്കുറിച്ച് വന്ന പാട്ടുകളിൽ ഒരു പാട്ടിലെ ഒരു വാചകമാണ് കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പം എന്ന വന്ന വാക്ക്. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാവണം, ഒരു ഹാർമണി ഉണ്ടാവണം. ഇമ്പമില്ലാത്ത കുടുംബങ്ങളിൽ ഉണ്ടാവുന്നത് ഭൂകമ്പമാണ്. അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ കുടുംബം സ്വർഗമാണോ? സ്വർഗമല്ലെങ്കിൽ അത് നരകമാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ പേരും ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമാണോ ഉള്ളത്? ഇമ്പമില്ലെങ്കിൽ അവിടെ ഭൂകമ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകത്തിൽ ഒരു കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബം എന്ന വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടവും നമ്മുടെ സമൂഹത്തിൽ കുടുംബം എന്ന വ്യവസ്ഥിതിക്ക് ഉണ്ടായ വ്യത്യാസങ്ങളും വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്ന് ഈ വിഷയം ധ്യാനിക്കുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ പാരമ്പര്യമായി നമുക്കുണ്ടായിരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. പെട്രിയാർക്കൽ ഫാമിലി സിസ്റ്റം എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭാരതത്തിലെല്ലാം ഉണ്ടായിരുന്നത്. ഒരു കൂട്ടുകുടുംബമാണ്, എല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന ഒരു സംവിധാനം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക് കാര്യമായ വ്യത്യാസങ്ങളുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന പ്രതിഭാസം, വ്യവസായവൽക്കരണം എന്ന സത്യം. രണ്ടാമത്തെ പ്രതിഭാസമാണ് അർബനൈസേഷൻ, പട്ടണവൽക്കരണം. വ്യവസായവൽക്കരണവും പട്ടണവൽക്കരണവും നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പരമ്പരാഗത കുടുംബത്തിലൊരു കാർന്നവരും അതിന് ബാക്കിയുള്ള താളുകളും മക്കളും മരുമക്കളും അമ്മാവന്മാരും അനന്തരവന്മാരും എല്ലാം ചേർന്ന കുടുംബങ്ങളായിരുന്നു. എന്നാൽ ഈ വ്യവസായവൽക്കരണവും പട്ടണവൽക്കരണവും നമ്മുടെ കുടുംബ സംവിധാനത്തിന് കാര്യമായൊരു വ്യത്യാസം ഉണ്ടാക്കി. അങ്ങനെ രൂപപ്പെട്ടതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന സംവിധാനം, അണുകുടുംബം എന്ന് നമ്മൾ പറയുന്ന വാക്ക്. ഈ അണുകുടുംബം എന്ന വ്യവസ്ഥിതിയെ വിശേഷിപ്പിക്കാനായി കുറേ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും ഹൃദയസ്ഥമായി തോന്നിയത്, അല്ലെങ്കിൽ ഹൃദ്യമായി തോന്നിയത്, സുകുമാർ എന്ന ഒരു ഹാസ്യ സാഹിത്യകാരനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം പറഞ്ഞ ഒരു കൊച്ചു വാചകമാണ്. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറ്റമുണ്ടായപ്പോൾ ഈ അണുകുടുംബങ്ങൾ എന്ന് പറയുന്ന സംവിധാനത്തിനുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം അത് അതിമനോഹരമായി ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു പെട്ടി, ഒരു വണ്ടി. ഇതാണ് അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി. ഇതിനേക്കാൾ മനോഹരമായി ആ കുടുംബ സംവിധാനത്തെ ഡിഫൈൻ ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതിനേക്കാൾ അർത്ഥവത്തായും ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എത്രയോ വാസ്തവമാണ്. ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു പെട്ടി, ഒരു വണ്ടി. ഇതാണ് അണുകുടുംബം. അവിടെ അമ്മാച്ചനില്ല, അനന്തരവനില്ല. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ കാലത്തിൽ കുറേ കാലങ്ങൾ വടക്കേ ഇന്ത്യയിലൊക്കെയാണ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് അന്ന് ആളുകളോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയ അണുകുടുംബങ്ങൾ താർത്ത പിള്ളേരെല്ലാം നാട്ടിൽ കാണുന്നവരെ മുഴുവൻ കയറി അങ്കിളെന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം അവൻ്റെ ഒറിജിനൽ അങ്കിളാണെന്ന് ആരാണെന്ന് പോലും അവൻ അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അണുകുടുംബങ്ങൾ ജീവിച്ചു വന്നത്. രണ്ടാമത്, സാമ്പത്തികമായി നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വലിയ വ്യത്യാസം നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ടാക്കി. നമ്മുടെയൊക്കെ പഴയ വീടുകൾ, ഒരു 50 വർഷത്തിന് മുമ്പുള്ള വീടുകൾ എന്ന് എടുത്തു നോക്കുക. നമ്മുടെ എല്ലാം വീടുകൾ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമായിരുന്നു. വിശാലമായ ഒരു പറമ്പിന്റെ നടുവിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന വീടുകളായിരുന്നു നമ്മുടേതെല്ലാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ വീടുകളെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമായിരുന്നു. ഈ വീടിന്റെ എല്ലാം മുൻപിൽ വിശാലമായി തുറന്നു കിടന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഗ്രാമത്തിൽ തിണ്ണ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
പക്ഷെ ആധുനിക കാലത്ത് നമ്മൾ ആ വാക്കൊക്കെ കഴിഞ്ഞ് വരാന്ത എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സാധനം അത് തന്നെയാണ്. തുറന്നു കിടക്കുന്ന ഒരു വാതിൽ, വിശാലമായ ഒരു വാതിൽ. അന്ന് നമ്മുടെ പിതാക്കന്മാർ ഈ വീട് പണിതപ്പോൾ തന്നെ ഇങ്ങനെ വിശാലമായ വാതിൽ മുമ്പിൽ തുറന്നിട്ടത് കൊണ്ട് ആളുകളോട് എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ്. വാതിൽ എന്ന വാക്കിന്റെ അർത്ഥം വാ ഇതിലെ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളൊക്കെ പണിത് വിശാലമായ വാതിലുണ്ടാക്കി ഇട്ടപ്പോൾ തന്നെ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു യു ആർ വെൽക്കം, എല്ലാവർക്കും അവിടെ സ്വാഗതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. രാവിലെ അപ്പച്ചന്മാരെല്ലാം കൂടെ ഈ വരാന്തയിൽ കൂടും. നാട്ടിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കും. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹം, വീട് മെയ്യുന്നത്, കിണർ വെട്ടുന്നത് തുടങ്ങി നാട്ടിലെ സകല കാര്യങ്ങളും രാവിലെ അപ്പന്മാര് ഈ വരാന്തയിൽ കൂടിയിരുന്ന് ആലോചിക്കും. അപ്പോൾ അമ്മമാരൊക്കെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കും. അവർ നാട്ടിലെ സകല കാര്യങ്ങളും ആലോചിക്കും. ഉച്ച കഴിയുമ്പോൾ അമ്മച്ചിമാരെല്ലാം കൂടി ഈ വരാന്തയിൽ കൂടും. ഇതേ വരാന്തയിൽ കൂടും. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ഉച്ച കഴിഞ്ഞ സമയത്ത് അമ്മച്ചിമാരെല്ലാം കൂടെ കൂടിയിരുന്ന് നുണ പറയും ഈ വരാന്തയിൽ. 4 മണിയാകുമ്പോൾ ഇതേ വരാന്തയിൽ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ വന്നുകൂടും. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതേ വരാന്തയിലിരുന്ന് അത്തള പിത്തള കളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ്. നമ്മുടെ എല്ലാം വീട് തുറന്നു കിടന്ന വാതിലായിരുന്നു. നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമെന്ന്. പ്രായഭേദമന്യേ എല്ലാവരും ഈ വരാന്തയിൽ കൂടിയിരുന്ന് കൂട്ടായ്മ അനുഭവിച്ചു, സന്തോഷിച്ചു, കളിച്ചു, ചിരിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം നമ്മുടെ ആളുകളൊക്കെ നാട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്ത് കുറെ സാമ്പത്തികമൊക്കെ ആയപ്പോൾ നമ്മുടെ മലയാളികൾ ചെയ്ത ആദ്യത്തെ പണി നമ്മുടെ വീടിന് ചുറ്റും മതില് പണിതു എന്നുള്ളതാണ്. 4 പൈസ കൈ കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് മതില് പണിത് അയൽപക്കങ്ങളെ തമ്മിൽ വേർതിരിച്ചു. മതിൽ എന്ന വാക്കിന്റെ അർത്ഥം മതി ഇതിലെ എന്നാണ്. വാതിൽ എന്ന വാക്കിന്റെ അർത്ഥം വാ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ 4 പണം കൈ വന്നപ്പോൾ മതിൽ പണിച്ച് നാട്ടുകാരോട് പറഞ്ഞു മതി ഇതിലെ, ഇനി ആരും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ പോയ ആളുകളോട് ദൈവം തമ്പുരാന് കരുണ തോന്നിച്ച് അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. ഗൾഫ് കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ പോയി ജോലി നേടി. കുറെ കൂടെ പണം ഉണ്ടായപ്പോൾ നമ്മളെല്ലാം വീടിനൊരു വ്യത്യാസം ഉണ്ടാക്കി. നമ്മുടെ എല്ലാം വീടിന്റെ മുമ്പിൽ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാക്കി. ആ സിറ്റ് ഔട്ട് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സിറ്റ് ഔട്ട് എന്നാണ്. ആരെങ്കിലും ഈ മതിലും പൊളിച്ച് അകത്ത് കയറി വന്നാലും ഒരുത്തനും അകത്ത് കയറി പോകരുത് എന്നാണ് ആ വീട് പണിതിന്റെ അർത്ഥം. യു ആർ സപ്പോസ് ടു സിറ്റ് ഔട്ട്സൈഡ്, വെളിയിൽ ഇരുന്നോണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സിറ്റ് ഔട്ടിൽ ആളുകൾ ഇരിക്കാൻ തുടങ്ങി, അകത്തേക്ക് ആളുകൾ വരാതായി. അത് കഴിഞ്ഞപ്പോൾ അവിടെ പോയ നമ്മുടെ ആളുകൾക്ക് സന്തതികളുണ്ടായി. അവർക്ക് നമ്മുടെ മാതൃഭാഷ അറിയില്ല, അവർ മറ്റു ഭാഷകളൊക്കെ പഠിച്ചു. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരും. 2 വർഷമോ 3 വർഷമോ കൂടിയിരിക്കുമ്പോൾ നാട്ടിൽ വരും. നാട്ടിലുള്ള വല്യപ്പനെയും വല്യമ്മയൊക്കെ കാണുമ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന പിള്ളേർ യു അഗ്ലി ഫെലോസ് ഗ്രാൻഡ് പാ എന്നൊക്കെ വിളിച്ചപ്പോൾ അടിപൊളിയാണെന്ന് ഞാൻ അപ്പച്ചൻ കൈയടിച്ചു. ഈ അപ്പച്ചനോടൊക്കെ ഈ പിള്ളേർ പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അഗതി മന്ദിരത്തിൽ കൊണ്ടിട്ടു. വാ ഇതിലെ എന്ന് പറഞ്ഞ വാതിലടച്ച് മതി ഇതിലെ എന്ന് പറഞ്ഞ് മതിൽ കെട്ടി സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മളോട് നമ്മുടെ അടുത്ത തലമുറ പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃദ്ധജന സങ്കേതങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ വലിയ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായി. വിവാഹം വേണ്ട എന്ന് കുഞ്ഞുങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. വിവാഹ കൂദാശയില്ലാതെ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി. നമ്മളതിനെ ഓമന പേരിട്ട് വിളിച്ചു, ലിവിങ് ടുഗദർ എന്ന് വിളിച്ചു. ഇപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കുറെ കൂടെ നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വല്ലാത്ത പരുവത്തിലായി. ഇപ്പോൾ നൈമിഷികമായ കുടുംബജീവിതങ്ങളാണ്. എവിടെങ്കിലും ഷോപ്പിംഗ് മാളിൽ വെച്ചോ ബസ്സേ വെച്ചോ എയർപോർട്ട് വെച്ചോ കാണുമ്പോൾ ഹായ് എന്ന് പറയും. അവരൊരുമിച്ച് ജീവിക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ബൈ എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഗതികെട്ട കാലത്താണ് നമ്മളായിരിക്കുന്നത്. ഇവിടെയാണ് കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാനായി ഒരു മഹായിടവക ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ക്രമീകരിച്ചത്. അതുകൊണ്ട് ഈ കുടുംബം ഇന്ന് നമ്മളോട് പറയുന്നു എ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫാമിലി എന്ന വിഷയമാണ് ഞാൻ ഈ രാത്രി നിങ്ങളോട് പറയുന്നത്. വേദപുസ്തകം ഒരു കുടുംബത്തെക്കുറിച്ച് എന്ത് പറയുന്നു? 2-3 കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം ഒരുപാട് സമയം പോയി എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ വിവാഹ ബന്ധത്തിൽ മക്കൾ ഉണ്ടാവുന്നില്ല. അന്നത്തെ കാലത്ത്
വിവാഹം കഴിക്കുന്നത് പ്രധാനമായും സന്തതി പരമ്പരകളുടെ ഉൽപാദനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടൊരു വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പെനിന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ പെനിന്ന എന്ന് പറയുന്ന സ്ത്രീക്ക് മക്കളുണ്ടായി. ആ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് കുടുംബത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ കാര്യം, ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളുടെ പണിശാലയാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ വർക്ക്ഷോപ്പ് എന്ന വാക്ക്, പണിശാല എന്ന വാക്ക് ഞാൻ വളരെ ബോധപൂർവമാണ് ഉപയോഗിക്കുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേടായത് നന്നാക്കാനും വൃത്തിയില്ലാത്തത് വൃത്തിയാക്കാനും അയഞ്ഞു പോയത് ടൈറ്റ് ആക്കാനുമുള്ള സ്ഥലമാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ബോധപൂർവം ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്സ് എന്ന് പറയാൻ കാരണം. ബന്ധങ്ങളുടെ പണിശാലയാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് തരം ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളിലൊക്കെ കാലക്രമേണ ചില പരാതികളും പോരായ്മകളും പെറുപെറുക്കലുകളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ കുടുംബം എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് അതിനെയെല്ലാം കറക്റ്റ് ചെയ്യുകയും നന്നാക്കുകയും ചെയ്യേണ്ട സ്ഥലമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകി പോകും. നമ്മുടെ കുടുംബത്തിലെ 2-3 ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. ഇതാ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹം കഴിച്ച് ഹന്ന എന്ന് പറയുന്ന സ്ത്രീ, അത് കഴിഞ്ഞ് പെനിന്നെ വിവാഹം കഴിക്കുന്നു. അവൾക്ക് മക്കളുണ്ടാവുന്നു, ഹന്നയ്ക്ക് മക്കളില്ല. നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, 6-7 വാക്യങ്ങൾ. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, പെനിന്നായെ സൂചിപ്പിക്കാൻ വേദപുസ്തക എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രതിയോഗി എന്നാണ്. ഹെർ റൈവൽ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭർത്താവിൻ്റെ 2 ഭാര്യമാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ വേദപുസ്തക എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹെർ റൈവൽ, അവളുടെ പ്രതിയോഗി, അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഇപ്പോൾ ഈ പന്തലിൻ കീഴിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ എന്നോട് ചോദിച്ചേക്കാം, ഞങ്ങളുടെ വീട്ടിൽ 2 ഭാര്യമാരില്ലല്ലോ. അങ്ങനെ പലർക്കും ആഗ്രഹമുണ്ട്, എന്നാൽ പോലും നമ്മുടെ സാമൂഹ്യ സംവിധാനം അനുവദിക്കാത്തത് കൊണ്ട് അങ്ങനെയില്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ ഒരു ഭർത്താവിന് 2 ഭാര്യമാരില്ലെങ്കിലും ഇൻലോസ് എന്ന് പറയുന്ന കുറേ ബന്ധങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. അത് ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാകാം. അങ്ങനെ മറ്റ് പലതരത്തിൽ നമ്മൾ ഇൻലോ എന്ന് ഉപയോഗിക്കുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ട ബന്ധങ്ങളാണ്. എന്താണ് ഈ ബന്ധങ്ങളുടെ പ്രശ്നം? ഈ വേദോസം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അവളുടെ ഗർഭം, അതായത് ഹന്നയുടെ ഗർഭം ദൈവം അടച്ചിരുന്നത് കൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു എന്നാണ്. പെനിന്ന ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. ഹന്ന അതിലെ നടക്കുമ്പോൾ വെറുതെ പെനിന്ന ഒരു പ്രയോഗമുണ്ട്. ഈ മക്കൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹമാണ്. അത് ദൈവം എല്ലാവർക്കും ഒന്നും കൊടുത്തിട്ടില്ല, മതിയല്ലോ അല്ലേ? ഈ കുത്തുവാക്കുകൾ എന്ന് പറയുന്നത് പറയാൻ സഹോദരിമാർക്കുള്ള കഴിവ് അപാരമാണെന്നറിയാമല്ലോ. അങ്ങനെ ഒരു കുഞ്ഞു പ്രയോഗം, ഈ മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവകൃപയാണ്. അതെല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളില്ലാതിരിക്കുന്ന ഹന്നയ്ക്കുണ്ടാകുന്ന വിഷമം നമുക്ക് മനസ്സിലാകുന്നതാണല്ലോ. അതുകൊണ്ട് എന്ത് പറ്റി? അടുത്ത വാചകം അതിനേക്കാൾ ഭയങ്കരമാണ്. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു വന്നു എന്നാണ്. വർഷാന്തരയാഗം കഴിക്കാൻ ശീലോവിലെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകുന്ന ഹന്നായുടെ അടുത്ത് പെനിന്നയുടെ പ്രയോഗമുണ്ട്. പോയച്ചോ, എവിടെ പോയാൽ എന്നാ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒന്നും വെച്ചിട്ടുള്ള കാര്യമല്ലേ? കുടുംബത്തിലെ ബന്ധങ്ങളുടെ പ്രശ്നം മനസ്സിലായോ? കുത്തുവാക്കുകൾ കൊണ്ട്, ചെറിയ ചെറിയ പ്രയോഗങ്ങൾ കൊണ്ട് വീട്ടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഇൻലോസ് എന്ന് പറയുന്ന ബന്ധങ്ങളെ മുഴുവൻ ഞാൻ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാകട്ടെ, അല്ലെങ്കിൽ നാത്തൂന്മാരാകട്ടെ, അമ്മാവിയമ്മ മരുമകൾ ആകട്ടെ, ഇങ്ങനെയുള്ള ഇൻലോസ് എന്ന് പറയുന്ന ബന്ധങ്ങളിലെല്ലാം താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ അത് നന്നാക്കേണ്ടത് കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വാക്കുകളിലൂടെയോ പാടുന്ന പാട്ടുകളിലൂടെയോ അല്ല കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹന്ന ചെയ്ത മറുപടി എന്താണ്? ഹന്ന ഒരു വഴക്കിനും പോകുന്നില്ല. പകരം അവിടെ എഴുതിയിരിക്കുന്നു, അവൾ കരയുകയും പട്ടിണി കിടക്കുകയും ചെയ്യുകയാണ്, പരാതി പറയുകയാണ്. ആകെപ്പാടെ അസ്വസ്ഥതകളാണ്. കുറെ കാലം മുമ്പ് വരെ നമ്മുടെ പ്രധാന പ്രശ്നം, നമ്മുടെ നാട്ടിലെ എല്ലാം പ്രശ്നം അമ്മാവിയമ്മ മരുമകൾ പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഒരുമിച്ച് വളർന്ന സഹോദരങ്ങൾ,
ഒരേ കുടുംബത്തിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ വീട്ടിൽ ജീവിച്ച സഹോദരന്മാരൊക്കെ തമ്മിൽ ഇപ്പൊ പല കുടുംബങ്ങളിലെയും സഹോദരന്മാരെ ശ്രദ്ധിച്ചാൽ അവർ നിൽക്കുന്നത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. കാരണം ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ്. ആധ്യാത്മികത കുറവല്ലോ ഉണ്ടോ? ഒരു കുറവില്ല. മിഷൻ ബോർഡിന് കുറവുണ്ടോ? ഒരു കുറവില്ല. കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലെല്ലാം പോയി യേശുവിൻ്റെ സ്നേഹം പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആവേശഭരിതനായിട്ടാണ് മിഷൻ ബോർഡിൻ്റെ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു മിഷൻ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ മുഴുവൻ നാമാവശേഷമായി കിടക്കുമ്പോൾ എന്ത് ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് ലോകരോട് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ബന്ധങ്ങളുടെ പറുദീസയാക്കണം. ബന്ധങ്ങളെ നശിപ്പിക്കുന്ന നാശോന്മുഖമാക്കുന്ന നരകങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റിയിട്ട് എന്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ആരോട് പറയാനാണ്? നമ്മുടെ ഒന്നാമത്തെ മിഷൻ ഫീൽഡ് നമ്മുടെ കുടുംബങ്ങളാണ്, മറക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊരു മിഷനുണ്ട്. ബന്ധങ്ങളെല്ലാം ഊഷ്മളമായിരിക്കാൻ പറയണം. ദൈവസ്നേഹം എല്ലാ ബന്ധങ്ങളിലും വ്യാപരിക്കണം. ദൈവസ്നേഹമില്ലാത്ത ബന്ധങ്ങൾ കൊണ്ട് ഏത് ലോകത്തെ നന്നാക്കാനാണ്, ഏത് ലോകത്തോട് ദൈവത്തിന്റെ സ്നേഹം പറയാനാണ് നാം ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഇന്ന് രാവിലെ വന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. മക്കളെ, നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട് സ്വർഗമാക്കാൻ ശ്രമിക്കണമെന്ന് ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പൊളിച്ചു കളയാൻ എളുപ്പമാണ്, പക്ഷെ പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ കുടുംബങ്ങളാണ് ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് സഭയെ, പ്രിയപ്പെട്ട സഭയെ, എനിക്ക് ഈ ഭദ്രാസനത്തോട്, ഈ മഹായിടവകയോട് ഈ രാത്രി എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ദൈവം തമ്പുരാൻ അഭിഷിക്തന് നൽകിയ ഈ ചിന്തയിലൂടെ ഈ ഭദ്രാസനം മുഴുവൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ഭവനം ഒരു മിഷൻ ഫീൽഡാണ്. നിന്റെ ഭവനത്തിന്റെ മിഷൻ ഫീൽഡിൽ ബന്ധങ്ങളിൽ ദൈവസ്നേഹം പകരാൻ നിനക്ക് ബാധ്യതയുണ്ട്. അത് നശിച്ച കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനുള്ള ബാധ്യത ഈ സഭയ്ക്കുണ്ട്, വൈദികർക്കുണ്ട്, മിഷണറിമാർക്കുണ്ട്, സുവിശേഷകർക്കുണ്ട്. പ്രത്യേകിച്ചും സഹോദരിമാരെ, അമ്മമാരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ ഊഷ്മളമാകാനായി നമ്മൾ ശ്രമിക്കണം. കുടുംബം ബന്ധങ്ങളുടെ പണിശാലയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ ഇൻലോസ് ബന്ധങ്ങളും ഊഷ്മളമാകാനായി നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. 2026 വാർഷിക കൺവെൻഷൻ അവസാനിപ്പിച്ചു പോകുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തിരുമേനി ഓർപ്പിച്ചതുപോലെ കേട്ടു കൊള്ളാം എന്ന് പറയുകയല്ല വേണ്ടത്. പിന്നെയോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നിങ്ങളുടെ ഏതെങ്കിലും കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ അയവുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനുള്ള സമയമാണിത്. അതിന് ആത്മാർത്ഥമായ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ബന്ധങ്ങൾ, ഇൻലോസുമായുള്ള ബന്ധങ്ങൾ എല്ലാം റെക്ടിഫൈ ചെയ്യുകയും നന്നാക്കുകയും ചെയ്യുന്ന വർക്ക്ഷോപ്പായി നിങ്ങളുടെ ഭവനം ഈ വർഷം രൂപാന്തരപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ബന്ധം ഭാര്യാഭർത്തൃബന്ധമാണ്. അവിടെ 8-ാമത്തെ വാക്യത്തിൽ ഈ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന ഹന്നായെ കാണുമ്പോൾ സങ്കടം തോന്നിയ അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് പറയുന്ന ഒരു വാചകമുണ്ട്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? അടുത്ത വാചകം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? Am I not better than 10 sons to you? ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന അതിമനോഹരമായ ഒരു വാക്കാണ്, നിനക്ക് ഞാൻ 10 മക്കളെക്കാൾ നന്നല്ലയോ? 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലയോ? ഇന്ന് ഈ പന്തലിനുള്ളിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഭർത്താവ് എന്ന പൊസിഷനിലുള്ള എല്ലാ മനുഷ്യനോടും ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഭാര്യയോട് മനസ്സ് തുറന്ന് ഹൃദയത്തെ കൈവച്ചുകൊണ്ട് പറയാമോ, ഞാൻ നിനക്ക് നല്ലവനല്ലേ എന്ന്? കുടുംബജീവിതം അനുഗ്രഹമാകുന്നത് ഭാര്യാഭർത്തൃബന്ധം പരസ്പരം നല്ലവരായി ജീവിക്കുമ്പോഴാണ്. നിനക്ക് ഞാൻ നല്ലവനല്ലേ എന്ന് ചോദിക്കാൻ തൻ്റെ ഇടമില്ലാത്ത ഭർത്താക്കന്മാര് കുടുംബജീവിതത്തെക്കുറിച്ച്
പുനഃപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എൽക്കാന എന്ന് പറയുന്ന ഭർത്താവ് ഹന്ന എന്ന ഭാര്യയോട് പറയുന്ന വാചകമാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് വിഷമിക്കുന്നത്? മക്കളില്ല എന്ന കുറ്റപ്പെടുത്തലിന് മുമ്പിൽ നീ എന്തിനാണ് കണ്ണുനീര് പൊഴിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലേ എന്ന് പറയാൻ കഴിയുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പറയാവുന്നൊരു വിഷയമാണ്. ഞാൻ തിരിച്ച് സ്ത്രീകളോടും എനിക്കിങ്ങനെ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ എന്താണോ നിങ്ങൾ വിളിക്കുന്നത്, അച്ചായ, ചേട്ട, അല്ലെ പേരോ, അല്ലെ പപ്പായോ, ഡാഡിയോ, എന്തു ആയിക്കോട്ടെ, എന്ത് വിളിച്ചാലും അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാമോ? ഞാനില്ലേ അച്ചായന്? ഏത് കുടുംബജീവിതത്തിൻ്റെയും അനുഗ്രഹത്തിന് നമ്മൾ പറയേണ്ട ഒരു കൊച്ചു വാചകം ഇത്രയേ ഉള്ളൂ, ഞാൻ നിനക്ക് നല്ലവനല്ലേ, ഞാൻ നിനക്ക് നല്ലവളല്ലേ. അങ്ങനെ പറയാൻ കഴിയാത്ത കുടുംബത്തിൽ 16 കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ, 2 നില വീടുണ്ടെന്ന് പറഞ്ഞിട്ടോ, ബാങ്കിൽ കോടികളുണ്ടെന്ന് പറഞ്ഞിട്ടോ, മക്കളെല്ലാം വിദേശത്താണെന്ന് പറഞ്ഞിട്ടോ നിന്റെ കുടുംബം സ്വർഗമാവില്ല. ഒന്നും കഴിക്കാനില്ലെങ്കിൽ പോലും, പട്ടിണിയാണെങ്കിൽ പോലും, പ്രയാസമാണെങ്കിൽ പോലും പരസ്പരം താങ്ങായി നിൽക്കാൻ കഴിയുന്ന, പഴയ നിയമത്തിൽ വേദപുസ്തകത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്നും പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതെല്ലാം ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചു വന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കേരള സഭകളിലെ വിവാഹ കൂദാശകളിൽ നമ്മൾ വിശുദ്ധ ഏവൻഗേലിയോൻ വായിപ്പിക്കുന്നതിന് മുമ്പ് ഭാര്യയെയും ഭർത്താവിനെയും കൈപിടിപ്പിച്ച് പറയുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. അതിൽ CSI സഭയിലെ പ്രാർത്ഥന എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. അത് ഞാൻ സഭയിലെ അച്ഛനല്ലാത്തതുകൊണ്ടും ചൊല്ലി ശീലമില്ലാത്തതുകൊണ്ടും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണെങ്കിലും പക്ഷെ ഇന്നത്തെ എൻ്റെ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്പരം കൈപിടിപ്പിച്ചിട്ട്, ഡാഷാകുന്ന ഞാൻ, ഡാഷാകുന്ന നിന്നെ, ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും തിന്മയിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ദീനത്തിലും സുഖത്തിലും, മരണം നമ്മെ വേർപിടിവിക്കും വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും വാഗ്ദത്തം ചെയ്യുന്നു. കല്യാണം കഴിച്ചപ്പോൾ ഇത് പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ? അന്ന് കേട്ടേച്ചിറങ്ങിയാൽ പോരാ, അത് ജീവിതകാലം മുഴുവൻ. ഇതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന ഒരു സഭയിലെ വിവാഹ കൂദാശയിലില്ല. ഞങ്ങളുടെ ഒന്നും സഭയിൽ ഇങ്ങനെ ഏറ്റുപറയിപ്പിക്കുന്ന ഒരു സംഗതിയേ ഇല്ല. CSI സഭയിലെ വിവാഹത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഈ ഒരു പ്രതിജ്ഞ കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ എന്താ പറയുന്ന, മരണം വരെ സ്നേഹിപ്പാനും രക്ഷിപ്പാനും വാഗ്ദത്തം ചെയ്യുന്ന ഭാര്യാഭർത്തൃ ബന്ധമാണ് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ബന്ധം എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മിക്ക കുടുംബങ്ങളും അഭിനയമാണ്, വെറും ഷോയാണ്. മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ ഇതുപോലെ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യാഭർത്താക്കന്മാരില്ലെന്ന് തോന്നും. എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് സനൽകുമാർ എന്നാണ്. സനൽകുമാർ IAS കൊല്ലം കളക്ടറായിരുന്ന ഒരു മനുഷ്യനാണ്, സരസമായി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൊട്ടാരക്കരയിൽ ഒരു സ്കൂളിലെ ഒരു പേരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ ഞാൻ അധ്യക്ഷനും സാർ ഉദ്ഘാടകനുമായ ഒരു മീറ്റിങ്ങിൽ വന്നു. അന്ന് കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് പേരൻസ് ഉണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ അല്പം ചില തമാശയൊക്കെ പറഞ്ഞ് കുടുംബജീവിതത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സനൽകുമാർ IAS കൊല്ലം കളക്ടറായിരുന്ന മനുഷ്യൻ, കൺഫേർഡ് IAS ആണ് അദ്ദേഹം. വളരെ സരസമായി പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സനൽകുമാർ സാർ എഴുന്നേറ്റ് പറഞ്ഞു, ഒരു പുരോഹിതൻ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞെങ്കിൽ ഞാനും എന്തെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ആധുനിക കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പോലുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്, ഞാൻ തഹസീൽദാരൊക്കെ ആയിട്ട് പ്രൊമോഷൻ കിട്ടി, IAS തന്നു, അങ്ങനെ കൊല്ലം കളക്ടറായപ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് പത്രാസംഘ് കൂടി. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ കാറ് വരും, ഡ്രൈവർ വരുന്നു, ഡോർ തുറന്നു കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് വലിയ പവറായി, സന്തോഷമായി. ചേട്ടൻ പോയി കഴിയുമ്പോൾ നാട്ടുകാരുടെ, കണ്ടോ ചേട്ടൻ പോകുന്നുണ്ടോ, ചേട്ടൻ കളക്ടറാണ്, ഇതാ ഡോർ തുറന്നു കൊടുക്കാൻ ആള്, ഡ്രൈവർ, സംവിധാനങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ്, ഭയങ്കര സൗകര്യങ്ങൾ. അങ്ങനെ കുറെ കഴിഞ്ഞു. നാട്ടുകാരോടും വീം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കളക്ടർ സ്ഥാനവും കഴിഞ്ഞു, റിട്ടയർ ചെയ്തു, നാട്ടിൽ വന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയാളി പുരുഷന്മാർക്ക് ഒറ്റ പണിയേ ഉള്ളല്ലോ, ചാരി കസേര ചാരി കിടക്കുക, പത്രം വായിക്കുക, വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ മുതൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സനൽകുമാർ സാറ് ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ട് ചാരി കസേര കിടക്കും. തിരുവനന്തപുരത്താണ്. ഞാനന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പള്ളിയിലെ വികാരിയാണ്. എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ അടുത്ത് അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ അതിനെ ഇങ്ങനെ ഈ ആക്രി കച്ചവടക്കാർ പോയ വഴിക്ക് ഒരു വിളിച്ചു ചോദിച്ചുകൊണ്ട് പോയി, ഉപയോഗമില്ലാത്ത വല്ലതും കൊടുക്കാനുണ്ടോ, പഴയ സാധനങ്ങൾ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സാറ് പത്രം വായിച്ചുകൊണ്ട് കിടക്കും.
കിടക്കുകയാണ്. പത്രത്തിൽ നിന്ന് തല പൊക്കാൻ നിവൃത്തിയില്ലാഞ്ഞുകൊണ്ട് അകത്തോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആണ്ടെ എടി ആരാണ്ട് എന്തോ വിളിച്ചു പറയുന്നു, എന്തോ എന്ന് അന്വേഷിക്കാൻ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ, തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ഒരു പണിയില്ലാതെ കസേരയെ ചാരി കിടക്കുന്ന ആളിനോട് പറയുകയാണ്, നിങ്ങൾക്കൊന്ന് പോയി നോക്കിയാൽ എന്താ. അദ്ദേഹം വളരെ കാര്യമായിട്ട് പത്രം വായിച്ചുകൊണ്ട് കിടന്നതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ വയ്യ. വീണ്ടും ഭാര്യയോട് പറഞ്ഞു, ആണ്ടെ ആരാണ്ട് എന്തോ പറയുന്നില്ലെന്ന്. അവർ ചാടിത്തുള്ളി അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ വഴിയെ കൂടെ എടുത്തും വിളിച്ചു ചോദിക്കൊണ്ട് പോവാണ്, പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൊടുക്കാനുണ്ടോ, ആരാടി എന്തുവാടി ചോദിച്ചാൽ പറഞ്ഞാണ്ട് നിങ്ങളെ ആരാണ്ട് അന്വേഷിക്കുന്നതെന്ന്. ഇന്നലെ വരെ വലിയ കേമനായി, കളക്ടറായി, മഹാനായി, നാട്ടുകാരോട് മീൻ പിടിച്ചിരുന്ന ആളിപ്പോൾ ഉപയോഗമില്ലാത്തവനും വേണ്ടാത്തവനുമായി മാറുന്ന ലോകം. ആധുനിക ലോകത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കഥകൾ പറയാനാണെങ്കിൽ തന്നെ ഈ രാത്രി മുഴുവൻ ഇവിടെ എന്ന് പറയേണ്ടി വരും. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം കുറെ കൂട്ടുകാരെല്ലാം കൂടെ വിദേശത്ത് കറങ്ങാൻ പോയി. വിദേശ രാജ്യത്ത് പോയി അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭാര്യമാരെ കൊണ്ടുപോയില്ല. അവർ 6-7 പേര് ചേർന്ന് ഒറ്റയ്ക്ക് പോയതാണ്. തായ്ലൻഡ് കാണാനാ പോയത്. അവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ട്, കാരണം ഭാര്യയെ കൊണ്ടുപോകണം അവർ തീരുമാനിച്ചു. കൊണ്ടുപോകാതെ പോയപ്പോഴേ ഭാര്യയ്ക്ക് അസ്വസ്ഥത തുടങ്ങിയാണ്. ഇയാളിങ്ങ് പോയേച്ചു വരട്ടെ എന്നും പറഞ്ഞ് വീട്ടിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു അദ്ദേഹം തായ്ലൻഡ് യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഓരോ വിശേഷങ്ങൾ ഭാര്യയോട് പറയാണ്. ഭാര്യ വീർത്ത മുഖവുമായി ഇത് കേട്ടുകൊണ്ട് അടുക്കളയിൽ ചാടിത്തുള്ളി നടക്കുകയാണ്. നീ ഒന്ന് കേൾക്കേണ്ടതാടി, അവിടുത്തെ യാത്ര എന്നാ അടിപൊളി യാത്രയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, നീ ഇതെങ്കിലും കേൾക്കണം. അവിടെ ഈ വൈൽഡ് സഫാരിക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒറാങ്ങുട്ടാങ് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങിന്റെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇത് കേട്ടപ്പോഴേ അങ്ങ് ദേഷ്യമാണ്, ആകപ്പാടെ വല്ലാതെ നിൽക്കുകയാണ്. പറയാണ്, നീ കേട്ടേ പറ്റുള്ളൂ. ആ കുരങ്ങിന്റെ ക്രിക്കറ്റ് കളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നറിയോ, സച്ചിൻ തെണ്ടുൽക്കറേക്കാളൊക്കെ മിടുക്കൻ കുരങ്ങന്മാര് ബാറ്റ് ചെയ്യുന്ന കണ്ട് എന്തോ ഒരു അത്ഭുതം വന്നറിയാവോ. അവള് പറഞ്ഞു, അതിന് എനിക്ക് എന്നാ വേണം. അദ്ദേഹം പറയാണ്, ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു, ഇതിലേതെങ്കിലും ഒരു കുരങ്ങിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട അവസരമുണ്ട്. അദ്ദേഹം അതിനകത്ത് ഏറ്റവും നല്ല കുരങ്ങിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ചാടിപ്പോയി പെട്ടി തുറന്ന് ഈ ഫോട്ടോ എടുത്ത് ഭാര്യയുടെ കൈ കൊടുത്തു. ഭാര്യ ഇത് നോക്കിക്കൊണ്ട് കുറേ നേരമൊക്കെ നിന്നു. അദ്ദേഹം ചോദിച്ചു, നീ എന്തുവാടി സൂക്ഷിച്ചു നോക്കുന്നത്, ഇതിലേതാ മനുഷ്യ കുരങ്ങ് എന്ന് ചോദിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. സനൽകുമാർ സാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആധുനിക കാലത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ അഭിനയത്തെക്കുറിച്ച് ഇതിനേക്കാൾ അപ്പുറത്ത് എങ്ങനെയാ പറയണ്ടേ. മനുഷ്യൻ കണ്ടാൽ തോന്നും ഭയങ്കര സ്നേഹമാണെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് വൈദികരോട് ചോദിച്ചാൽ അറിയാമല്ലോ, മറ്റുള്ളവർക്ക് അറിയാമല്ലോ, ഇന്നത്തെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ നൈമിഷികങ്ങളായ ബന്ധങ്ങളാണ്. വളരെ പെട്ടെന്നാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനും ഇല്ലാതാക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, നാട് മുഴുവൻ കൗൺസിലിംഗ് സെന്റേഴ്സ് ആണ്, ഇഷ്ടംപോലെ കൗൺസിലിംഗ് സെന്റേഴ്സ്. ഈ കൗൺസിലർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ കൗൺസിലർമാർ ഈ ഭാര്യാഭർത്താക്കന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണമെന്ന്. അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ കുടുംബജീവിതങ്ങളെല്ലാം ശരിയാവുമോ. അതുകൊണ്ട് ഈ കൗൺസിലേഴ്സിനോട് എനിക്ക് വലിയ വൈരാഗ്യമുള്ള ആളാണ്. ഞാൻ പറയും, ഈ അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒരു കുടുംബജീവിതത്തിന്റെ വിജയം. ഞാൻ അവരോട് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പന്തലിൽ നിന്ന് ചെവി തുറന്നിരിക്കുന്ന സകല മനുഷ്യരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അനുഗ്രഹകരമായിട്ട് പോകണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നടക്കുകയല്ല, പകരം ഒരു വാക്കാണ് അണ്ടർസ്റ്റാൻഡിങ്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഭാര്യയെ ഭർത്താവ് ശരിക്കും മനസ്സിലാക്കണം, ഭർത്താവിനെ ഭാര്യ ശരിക്കും മനസ്സിലാക്കണം. രണ്ടുപേരുടെയും ബലഹീനതകൾ തിരിച്ചറിയണം, രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ കുടുംബം സ്വർഗമായി മാറുകയുള്ളൂ. എൽക്കാന കുടുംബത്തെ ശ്രദ്ധിച്ചോ. നീ എന്തിനാണ് ഭാരപ്പെടുന്നത്, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ നല്ലവനല്ലേ എന്ന് പറയുന്ന ഒരു ഭർത്താവുള്ള വീട്ടിൽ ആ ഭാര്യ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഭീമമായ ബാങ്ക് ബാലൻസ് അല്ല, കൂറ്റൻ കെട്ടിടമല്ല, ആഡംബര കാറല്ല, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. കുടുംബജീവിതത്തിലെ മൂന്നാമത്തെ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. 22-ാം വാക്യത്തിൽ ഈ ഹന്നയ്ക്ക് ദൈവം തമ്പുരാൻ ഒരു കുഞ്ഞിനെ കൊടുത്ത്, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എൽക്കാന പോയി ഹന്നായെ ക്ഷണിക്കുന്ന രംഗമാണ്. ശീലോവിലേക്ക് വർഷാന്തരയാഗം കഴിക്കാൻ ഹന്നായെ ക്ഷണിക്കുമ്പോൾ ഹന്ന പറയുന്ന വാക്കാണ്, ഞാൻ ഇപ്പോൾ വരുന്നില്ല, ശിശുവിന്റെ മുലകുടി മാറട്ടെ, അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനു വേണ്ടി താൻ ഇത്രനാളും കാത്തു പ്രാർത്ഥിച്ചിരുന്ന ദൈവം തമ്പുരാൻ തന്ന ഈ കുഞ്ഞിനു വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവുന്ന ഒരമ്മയെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു 25 വർഷം മുമ്പ്
നമ്മുടെ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെല്ലാവരും ജോലിക്കാരായി, ഭാര്യയും ഭർത്താവും ജോലിക്കാരായപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് നേരമില്ലാതെ വന്നു. കുഞ്ഞുങ്ങളെ നോക്കാൻ നേരമില്ലാതെ വന്നതുകൊണ്ട് അമ്മയുടെ സ്നേഹം കിട്ടാതെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു തലമുറ നമുക്കുണ്ടായി. അതിൻ്റെതായ പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹന്ന എൽക്കാനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനിപ്പോൾ വരുന്നില്ല, എനിക്കിപ്പോൾ ഈ വീട്ടിലിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എൻ്റെ കുഞ്ഞിന് എന്നെ ആവശ്യമുണ്ട്, എൻ്റെ കുഞ്ഞിന് എൻ്റെ കരുതൽ ആവശ്യമുണ്ട്, എൻ്റെ കുഞ്ഞിന് എൻ്റെ ചൂട് ആവശ്യമുണ്ട്. ആ കുഞ്ഞിനെ നോക്കാനുള്ള സമയത്ത് ഞാനിപ്പോൾ ഒരു റിലീജിയസ് ടൂറിന് വരുന്നില്ല. അവൾക്ക് അവളുടെ കുഞ്ഞിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിന് അമ്മയുടെ ചൂട് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് എല്ലാ വിദഗ്ധരും, മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാളിന് 5 വയസ്സാകുമ്പോഴേക്കും ആ ആളിൻ്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെട്ട് കഴിയും. ആ കുഞ്ഞിന് ആവശ്യമായതെല്ലാം 5 വയസ്സിന് മുമ്പ് തന്നെ ഉൾപ്രവേശിച്ച് കഴിയും. അതുകൊണ്ട് ഈ 5 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഉത്തരവാദിത്വം അമ്മമാർക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറ്റി? പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിനിടയിൽ കുഞ്ഞുങ്ങളെ നോക്കാതെ വന്നു. മാത്രമല്ല, കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മോഡേൺ മമ്മിമാർക്ക് ന്യൂയിസൻസായി മാറിയിരിക്കുകയാണ്. വല്ലാത്ത അസ്വസ്ഥതകളാണ്. ശല്യം ഒഴിവാക്കാനായി വായിക്കാത്തൊരു പ്ലാസ്റ്റിക് നിപ്പിളും അടിച്ചു കയറ്റി TV-യുടെ മുമ്പിൽ കൊണ്ടിട്ടേക്കാണ് ഇപ്പോഴത്തെ പിള്ളേരെയെല്ലാം. അതുകൊണ്ട് ജനിക്കുമ്പോൾ മുതലേ ഇവൻ ടോമും ജെറിയും കണ്ടാ വളർന്നത്. ടോം ജെറിയെ കുഴലിനകത്ത് അടിച്ചു കയറ്റുന്നതും ഒക്കെ കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വയലന്റ് പിള്ളേരാണ്. പണ്ടത്തെ സൈസൊന്നുമല്ല. ഞാനൊക്കെ അച്ഛനായ കാലത്തെ പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഞാനൊക്കെ അച്ഛനായ കാലത്താണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് പോയി എന്തോ ഉണ്ട് വിശേഷം മോനെ എന്നൊക്കെ ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് നിൽക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ വളരുകൊണ്ട് എന്താണ് മോനെ പൊടപെട്ടി എന്ന് ആദ്യം പറയത്തുള്ളൂ. കാരണം ആ സൈസായി ഇപ്പോൾ വളർന്നു വരുന്നതൊക്കെ ഭയങ്കര വയലന്റ് പിള്ളേരാണ്. കാരണം അമ്മമാർക്കൊന്നും കുഞ്ഞിനെ നോക്കാൻ നേരമില്ല. ഞാൻ പഠിക്കാൻ അമേരിക്കയിൽ പോയത് 1994-ലാണ്. തിരിച്ചു വന്നിട്ട് തന്നെ ഇപ്പോൾ 30 വർഷത്തോളമായി. 32 വർഷം മുമ്പാണ് ഞാൻ അമേരിക്കയിൽ പോകുന്നത്. അന്ന് അവിടെ പഠിക്കാൻ ചിലപ്പോൾ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഈ കുഞ്ഞുങ്ങളെ ഉന്തുവണ്ടിക്കകത്ത് വെച്ച് തള്ളിക്കൊണ്ട് നടക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിൽ അമേരിക്കയെക്കാൾ കൾച്ചർ വളർന്നെങ്കിലും ദൈവകൃപയാൽ ഇതുവരെ ആ ഉന്തുവണ്ടിയെ തള്ളു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അതിന് പറ്റിയ റോഡില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴേ വെച്ച് തള്ളു തുടങ്ങിയതിനെ. നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ നേരമില്ല. കുഞ്ഞുങ്ങളെല്ലാം നമുക്കൊരു ന്യൂയിസൻസ് ആണ്, ശല്യമാണെന്നാണ് പറയുന്നത് പിള്ളേരൊക്കെ. എന്തൊരു കഷ്ടമാണ് അല്ലേ? ഒരു കുഞ്ഞിനെ കിട്ടാൻ ആയിരങ്ങൾ തപസ്സരിക്കുന്ന കാലത്ത്, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാലത്ത് കിട്ടിയ കുഞ്ഞിനെ നോക്കാനുള്ള സമയമില്ലാതെ ഭാരപ്പെടുന്ന മമ്മിമാരുടെ ലോകത്താണ് ജീവിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത പറയാം. ആ കവിതയിൽ കുഞ്ഞുണ്ണി മാഷ് പറയാണ്, അമ്മി ഇല്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ, അങ്ങാടി വീടുകൾ. ഇന്നത്തെ വീടുകളൊക്കെ ചന്ത വീടുകളാണ് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. കാരണം നമ്മുടെ വീടുകളൊന്നും ഇപ്പൊ അമ്മമാരില്ലല്ലോ, എല്ലാം മാമീസാണ്. അമ്മയെന്ന് പറയുന്നത് ഇല്ലല്ലോ, എല്ലാം മമ്മിമാരായി പോയി. അമ്മിയില്ല നമ്മുടെ വീടുകളിൽ. അരയ്ക്കുന്ന അമ്മി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, അരയ്ക്കുന്ന സാധനം ഒന്നുമില്ല, അതെല്ലാം പോയി. നമ്മുടെ എല്ലാം കൾച്ചർ മാറിപ്പോയി. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട് എന്ന് പറയുന്നതെല്ലാം ഒരുമാതിരി അങ്ങാടി വീട് പോലെ ആയി എന്നാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഇപ്പോഴത്തെ പിള്ളേരെ വഴക്ക് പറയാനൊക്കത്തില്ല, വലിയ പ്രയാസമാണ്. വഴക്ക് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? വഴക്ക് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ടാബും വാങ്ങിച്ചു കൊടുക്കുന്ന മോഡേൺ ഡാഡിമാരോടും മമ്മിമാരോടും കാര്യം പറയട്ടെ, ഈ ജനിച്ച കുഞ്ഞ് ആ നിമിഷം മുതൽ പെടലിയും കുഞ്ഞ് ഇതിനകത്ത് നോക്കിയിരിക്കുകയാണ്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത ഒരു കാലമാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. ഞാൻ വിദേശ രാജ്യത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി, വലിയൊരു കൺവെൻഷൻ. ആ പള്ളിയിൽ തന്നെ 2 അച്ഛന്മാരുണ്ട്, കൊയറുകാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ 3 അച്ഛന്മാർ, കൊയറിൻ്റെ മാസ്റ്റർ, ഇടവക സെക്രട്ടറി, എല്ലാവരും ഒരു 6-7 പേര് ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു ചെറുക്കൻ ടാബിനകത്ത് കാർ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തല പൊക്കി നോക്കണമല്ലോ. ഞങ്ങൾ 7 പേര് ആ വീട്ടിൽ ചെന്നിട്ട് ആ ചെറുക്കൻ്റെ തലയൊന്ന് പൊങ്ങിയില്ലെന്ന് മാത്രമല്ല, അവൻ കാർ ഓടിച്ച് കളിക്കുകയാണ്. ആ ടാബിനകത്തോടുന്ന് വരുന്ന ശബ്ദം പോരാഞ്ഞിട്ട് അവൻ വായും കൊണ്ട് ഇങ്ങനെ കാറ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 7 പേര് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഈ ചെറുക്കൻ തല പൊക്കാതെ പിന്നെ ഇരുന്ന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മമ്മി പറയാണ്, ഹണി സേ ഹായ് ടു അച്ഛൻ. പിന്നെ അവനിപ്പോൾ അച്ഛനോട് ഹായ് പറയാൻ നേരം അവൻ കാർ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കെ വന്ന് കയറിയ അച്ഛനോട് അവൻ ഹായ് പറയാൻ അവൻ മൈൻഡ് ചെയ്തില്ല. അവൻ പിന്നെ ഇങ്ങനെ വിടുകയാണ്. ഉടനെ അവൻ്റെ മമ്മി വരുമ്പോൾ സ്വീരി ഐ ടോൾഡ് യു സേ ഹായ് ടു അച്ഛൻ.
ചെറുക്കൻ ശല്യം സഹിക്കാതെ ചാടി എഴുന്നേറ്റ് വന്ന് എൻ്റെ അടിവയർ നോക്കിയിട്ട് ഹായ് അച്ഛൻ ഒരൊറ്റ കുത്താണ്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞു ഒന്ന് തല പോക്കാൻ. പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞു, എനിക്ക് ഇപ്പോഴും ഒരു വയറ്റുവേദന വന്ന ആ കൊച്ചൻ്റെ മുഖം എനിക്ക് ഒന്ന് വെച്ച് താങ്ങിയതാണ്. ഒരു 6-7 പേര് വീട്ടിൽ വന്ന് കയറിയിട്ട് തലപൊക്കി നോക്കാൻ പോലും വയ്യാത്ത സന്തതിയെ വളർത്തി വിടുകയാണ് നമ്മൾ. ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു 50 വയസ്സിൽ പ്രായമുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ 6-7 സഹോദരങ്ങൾ ഒരുമിച്ചല്ലേ നമ്മൾ വളർന്നത്? നമ്മളെല്ലാം നമ്മുടെ അമ്മമാര് ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ടല്ലേ നടന്നത്? 7 ഉണ്ടേലും 8 ഉണ്ടേലും നമ്മുടെ അമ്മമാർ നമ്മളെ എടുത്ത് വെക്കുമായിരുന്നു. എളിയിൽ എടുത്ത് വെച്ചുകൊണ്ടാണ് ഭക്ഷണം വാരി തന്നത്. ആ ടച്ചിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തോ ഒരു സ്നേഹമാണ് ആ അമ്മയുടെ സ്പർശനത്തിലൂടെ കിട്ടിയത്. അന്നത്തെ കാലത്ത് നമ്മൾ കഴിച്ചത് എന്താ വാരി തന്നതെന്ന് നമുക്ക് ഇപ്പോഴും ഒരു പിടിയില്ല, അല്ലേ? ഇല്ലായ്മയുടെ കാലത്ത് കൈ കിട്ടിയതൊക്കെ നമ്മുടെ വാരി തന്ന് നമ്മളെ എടുത്തുകൊണ്ട് നടന്ന അമ്മമാര്. പക്ഷെ മോഡേൺ മമ്മിമാർ അങ്ങനെ വല്ലതും കൊടുക്കത്തില്ല. 3 മാസം വരെ ഫാരെക്സ് നമ്പർ 1, 3 മാസം മുതൽ 6 മാസം വരെ ഫാരെക്സ് നമ്പർ 2 കലക്കി കൊച്ചിന് അണ്ണാക്കിലോട്ട് തിരികെ കൊടുക്കും. ഭൂന്ന് പറഞ്ഞൊരു തപ്പും തുപ്പും ഇങ്ങനെ ജീവിക്കുന്ന കാലമാണ്. ആ കുഞ്ഞിന് ആരോടാ സ്നേഹം, ആരോടാണ് ബന്ധം, ആര് കൊടുത്തതിനെ കുറിച്ച് ഓർമ്മ? പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ അമ്മയെ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഓർമ്മയുണ്ടാകും. കാരണം അവരുടെ കയ്യിൽ വലിയ സൗകര്യങ്ങളില്ലായിരുന്നെങ്കിലും ഉള്ളത് വാരി തന്നത് നമ്മളെ എടുത്തു വെച്ചുകൊണ്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെക്കുറിച്ച് ഒരു ഉദാഹരണം പറയും. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് 97 വയസ്സ് വരെ ഈ ഭൂമി ജീവിച്ചിരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചോളൂ. പണ്ടത്തെ കല്യാണങ്ങൾ അറിയാമല്ലോ, ഇന്നത്തെ പോലെയല്ല. കുറച്ച് പേരെ കല്യാണത്തിന് പോവുള്ളൂ, കല്യാണം ഉറപ്പിന് കുറച്ച് പേരെ പോവുള്ളൂ. ഒരു അംബാസഡർ, അന്ന് നമ്മുടെ നാട്ടിൽ അംബാസഡർ കാറേ ഉള്ളല്ലോ. ഒരു അംബാസഡർ കാറ് വിളിച്ചാൽ അതിനകത്ത് കയറ്റാമത്ര ആളുകളെ ഇടിച്ച് കയറ്റിയേ നമ്മൾ പോവുകയുള്ളൂ. 30 പേര് പോകണമെങ്കിൽ 3 കാറേ വിളിക്കുകയുള്ളൂ. 10 പേരെ ഇതിനകത്ത് ഇടിച്ച് കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അന്ന് വേറൊരു കാര്യമുണ്ട്, കല്യാണത്തിന് പോകുന്ന ആളുകൾ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരെയും കൊണ്ടുപോകത്തില്ല, സെലക്റ്റഡ് ആളുകളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഇളയ മോനാണ്. അതുകൊണ്ട് എവിടെ കല്യാണത്തിന് പോകണേലും അമ്മയാണ് കല്യാണത്തിന് പോകുന്നത്. അന്ന് ഞങ്ങളുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ പ്രത്യേകം, ഇവിടെ അങ്ങനെ ആയിരിക്കും എൻ്റെ വിചാരം. അന്നൊക്കെ കല്യാണത്തിന് വരുന്നവർക്ക് സ്പെഷ്യൽ ഫുഡാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് അത്രയും ഫുഡില്ല, അറിയാവില്ലല്ലോ. ആദ്യം വരുന്നവർക്കൊക്കെ ബ്രെഡ്, ചിക്കൻ കറി, അതിൻ്റെ കൂടെ കട്ട്ലറ്റ്, അതിൻ്റെ കൂടെ അലുവ, ഇതെല്ലാം കൂടെ വെച്ച് കൊടുക്കും. നമ്മൾ ഈ കർട്ടൻ്റെ മുൻപൊക്കെ എത്തി നോക്കി നിൽക്കുന്നവനൊന്നും ഇത് കിട്ടുകയല്ല. അതുകൊണ്ട് നമ്മളിതൊക്കെ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ വിഴുങ്ങി അവിടെ നിന്ന കാലമേ ഉള്ളൂ. കാരണം ആ കല്യാണത്തിന് നമ്മളെ കൊണ്ടുപോയില്ലല്ലോ. നമുക്ക് വിശേഷ അവസരങ്ങൾ, ഈ വിശിഷ്ട വിഭവങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് എവിടെ കല്യാണത്തിന് പോലും അമ്മയാണ് കൊണ്ടുപോകുന്നത്. വീട്ടിലെ ഇളയ പുള്ളിയാണ്ട് എന്നെ കൊണ്ടുപോകത്തില്ല. എൻ്റെ വീട്ടിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കട്ട്ലറ്റ് ഇങ്ങനെ കല്യാണത്തിന് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ തിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുവിധം ഒരു പ്രായമായപ്പോൾ എൻ്റെ അമ്മ ഒരു കല്യാണത്തിന് പോയി. ഞാൻ പറഞ്ഞു, അമ്മയെ കല്യാണത്തിന് പോകാൻ നോക്കൊള്ളാം, എനിക്കൊരു കട്ട്ലറ്റ് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ഒരു കട്ട്ലറ്റ് കൊണ്ട് തരാതെ കല്യാണത്തിന് പോയിച്ച് വന്നാൽ ഞാൻ ഇല്ലാത്ത പുകിലുണ്ടാക്കുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അമ്മ ഒരു കല്യാണത്തിന് പോയി. അമ്മ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി നിന്നതാണ് കട്ട്ലേറ്റ് നോക്കി. അമ്മ കല്യാണം കഴിഞ്ഞ് വന്നത് 4 മണിക്കാണ്. ഞാൻ രാവിലെ മുതൽ മുറ്റത്ത് കട്ട്ലേറ്റ് തപ്പി നടക്കുകയാണ്. അവസാനം അമ്മ 4 മണിയായപ്പോൾ വന്ന് കയറി. ഞാൻ ചോദിച്ചു, അമ്മയെ കട്ട്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു. കൈ നോർത്തപ്പോൾ ഒരു തൂവാലയുണ്ട്. ആ തൂവാലയ്ക്കകത്ത് ഒരു സാധനം ഇരിക്കുന്നു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, എനിക്ക് തല ഇറങ്ങിപ്പോയി. കാരണം സ്റ്റാർ ഫിഷ് പോലൊരു സാധനം, 5 കൊമ്പുള്ള ഒരു സാധനം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കട്ട്ലറ്റൊക്കെ വട്ടത്തിലിരിക്കുന്നതാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്തോ അമ്മേ? അമ്മ പറഞ്ഞു, കട്ട്ലറ്റാ മോനെ. ഞാൻ പറഞ്ഞു, കട്ട്ലറ്റ് ഇങ്ങനെയാണെന്ന് ഇരിക്കുന്നത്, വട്ടത്തിലിരുന്നേ. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയാണ്, മോനെ കടമ്പനാട്ട് ഒന്ന് കാറേ കയറിയപ്പോൾ വട്ടത്തിലിരുന്നതായി കട്ട്ലറ്റ്. പക്ഷേ ഈ കൈക്കകത്തിരുന്ന് എൻ്റെ വണ്ടിക്കകത്ത് 10 പേരുണ്ടായിരുന്നു. ഈ വണ്ടി ഓരോ വളവ് തിരിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കട്ട്ലറ്റ് പോകാതിരിക്കാൻ മുറുകെ പിടിച്ച് ഇത് വിരലിനടക്കോട്ട് ഇറങ്ങി അങ്ങ് സ്റ്റാർ ഫിഷായി പോയതാണ്. ഞാൻ ആ കട്ട്ലറ്റ് ആർത്തിയോടെ വാങ്ങിച്ച് കഴിച്ചു. പ്രിയപ്പെട്ടവർ, ആ മുറ്റത്ത് നിന്ന് ഞാൻ ആ കട്ട്ലറ്റ് കഴിച്ചു തീർത്തു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എൻ്റെ അമ്മ അന്ന് കൊണ്ടുവന്ന കട്ട്ലറ്റിൻ്റെ ഷേപ്പ് മാറിപ്പോയെങ്കിലും ആ കട്ട്ലറ്റ് മുഴുവൻ എൻ്റെ അമ്മയുടെ സ്നേഹമായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ എവിടെല്ലാം പോയിട്ടുണ്ട്, ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഞാൻ കഴിക്കാത്ത ഭക്ഷണങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലത്തെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ രാത്രി നിങ്ങളോടൊരു കാര്യം പറയാണ്, എൻ്റെ അമ്മ അന്ന് കൊണ്ടുതന്ന കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. കാരണം ആ
കട്ട്ലറ്റ് മുഴുവൻ എൻ്റെ അമ്മയുടെ സ്നേഹമായിരുന്നു. നീ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ശാസ്ത്രീയമായ ഇക്വേഷൻ വെച്ചല്ല മക്കളെ വളർത്തേണ്ടത്. ചോറല്ല വയറ് നിറയ്ക്കുന്നത്, പിന്നെയോ സ്നേഹമാണ്. ഇതാ ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ പറയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിന് റിലീജിയസ് ടൂറിന് പോകാനാണ്, ഞാൻ എന്തിന് പിക്നിക്കിന് പോകാനാണ്? എൻ്റെ കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാകുന്ന, ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്ന അമ്മമാരുടെ മക്കൾ അമ്മമാർക്ക് വേണ്ടിയും ത്യാഗം സഹിക്കുമെന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഒന്നാമത്തെ പോയിന്റ് അവസാനം ഇതാണ് വിശദമായിട്ട് പറയുന്നത്. മറ്റു രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞ വാചകം, ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. 3 തരം ബന്ധങ്ങൾ ഞാൻ പറഞ്ഞു. ഇൻലോസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ബന്ധങ്ങളിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ബന്ധങ്ങളുടെ പണിശാലയാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം അത് റിപ്പയർ ചെയ്യണം. കാരണം നശിച്ചു പോകുന്നതിനേക്കാൾ ഭേദമാണ് റിപ്പയർ ചെയ്യുന്നത്. കുടുംബങ്ങളെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗമാകണമെങ്കിൽ ഈ പറഞ്ഞ മേഖലകളെല്ലാം ശ്രദ്ധിക്കണം. 2, ഫാമിലി ഈസ് ആൻ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. കുടുംബം ആരാധനയുടെ അൾത്താരയാണ്. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എല്ലാ വർഷവും എൽക്കാനയും കുടുംബവും വർഷാന്തരയാഗം കഴിക്കാനായി ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു. പൊതു ആരാധനയ്ക്ക് വേണ്ടി വലിയ താല്പര്യം കാണിച്ച ഒരു കുടുംബമാണ് എൽക്കാനയുടെ കുടുംബം. ശീലോവിലെ ദേവാലയത്തിൽ വർഷത്തിലൊരിക്കൽ അവർ വർഷാന്തരയാഗം കഴിക്കാൻ പോകുന്നത്. അവിടെയാണ് ദൈവത്തിന് നിയമപ്പെട്ടകം സൂക്ഷിച്ചു വെച്ചിരുന്നത്. വർഷത്തിലൊരിക്കൽ ചെല്ലുന്ന ആളുകൾക്കല്ല ഇത് കാണാനുള്ള അവസരമുണ്ട്. അങ്ങനെ വർഷാന്തരയാഗം കഴിക്കാൻ ശീലോവിലെ ദേവാലയത്തിലേക്ക് സ്ഥിരമായി പോകുന്ന കുടുംബം. ചില്ലറ ദൂരമൊന്നുമല്ല കേട്ടോ ശീലോവിലെ ദേവാലയത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അവര് മുടക്കം കൂടാതെ എല്ലാ വർഷവും ആരാധനയ്ക്ക് പോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അൾത്താരകൾ ഉണ്ടാവണം, ആരാധനയുടെ അൾത്താരകൾ ഉണ്ടാവണം. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ആരാധനാ സൗകര്യങ്ങളുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ തിരുമേനിയിൽ നിന്ന് മനസ്സിലാക്കി, ഈ മഹായിടവയിൽ തന്നെ 175-ലധികം ദേവാലയങ്ങളുണ്ട്, പള്ളികളുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ആരാധിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് മാത്രം. അന്ന് അവർക്ക് ആരാധിക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ശീലോവിലാണ്. പക്ഷെ അവർ മുടക്കാതെ പോകുമായിരുന്നു. കോർപ്പറേറ്റ് വർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുമിച്ചുള്ള ആരാധനയാണ് നമ്മുടെ കുടുംബങ്ങളെ ദൈവികമായി നിലനിർത്തുന്നതും നമ്മെ ഒരുപോലെ മുന്നോട്ട് നയിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ അതിമനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു വചനം വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യേശുവിൻ്റെ കുടുംബം പതിവായി ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു. എൽക്കാനയുടെ കുടുംബം പതിവായി ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു. ആരാധനയുടെ അൾത്താരകൾ കുടുംബങ്ങളിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം, നമുക്കൊക്കെ കുടുംബങ്ങളിൽ അൾത്താരകൾ ധാരാളം ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പായ വിരിച്ച് ആ പായയിൽ വൈകുന്നേരം അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന യാഗപീഠങ്ങൾ ഞങ്ങളുടെ വീടുകളിലുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ സൗകര്യങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും വീട് പണിയുമ്പോൾ തന്നെ 1000 ഡിമാൻഡുകളാണ്. അപ്പന് വലിയ ഡിമാൻഡാണ് കസേര ചാരിയിരുന്ന് TV കാണണം. അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിൽ TV വെക്കണം, ഫാൻ വേണം. മക്കൾക്കാണെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള മുറികൾ വേണം, പ്രൈവസി വേണം, ഒരു പ്രാർത്ഥനയ്ക്കൊരിടം വേണമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഞ്ചിനീയറോട് പറയാറുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് ഇടമുണ്ടായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ചുരുട്ടി വെച്ചിരുന്ന പായ നിവർത്തി കുടുംബമായി ഇടുന്ന് ആരാധിക്കുന്ന അവസരം ഉണ്ടായിരുന്നു. ഇന്ന് ഇഷ്ടംപോലെ സൗകര്യമുള്ളപ്പോൾ ആരാധനയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, പതിവായി ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളാണ് ഭൂമിയിലെ സ്വർഗങ്ങളായി മാറുന്നത്. ദേവാലയത്തിലെ ആരാധന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വീട് ഒരു അൾത്താരയാകണം. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് തോറ വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ കണ്ടു. 12-ാമത്തെ വയസ്സിൽ, ഈ 12 വയസ്സ് വരെ യഹൂദന്മാരുടെ കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ആ കുഞ്ഞുങ്ങളെ 12 വയസ്സിന് മുമ്പ് തോറ മുഴുവൻ, തോറ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ 12 വയസ്സിന് മുമ്പ് അവരുടെ ലോക്കൽ സിനഗോഗിൽ പഠിപ്പിക്കണം, വീട്ടിൽ പഠിപ്പിക്കണം. എന്നിട്ട് ഈ
12ാമത്തെ വയസ്സാകുമ്പോൾ അവർക്കൊരു ഗ്രാജുവേഷൻ സെറമണി ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുപോകണം. പ്രധാന പുരോഹിതന് മുമ്പിൽ ആര് ഈ തോറ മുഴുവൻ കാണാതെ പറയുമോ അവർക്കാണ് പള്ളിയിൽ പാഠം വായിക്കാനുള്ള അവസരമുള്ളത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു 4-5 പ്രാവശ്യം ഇസ്രായേൽ സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ്. ഒരു പ്രാവശ്യം ഞാൻ ഇന്ന് ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും സന്തോഷം തന്ന കാര്യം, അന്ന് ഇവരുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന ദിവസമായിരുന്നു. പ്രാദേശിക ഇടങ്ങളിൽ നിന്നെല്ലാം 12 വയസ്സായ കുഞ്ഞുങ്ങളെ, ഈ തോറ പഠിപ്പിച്ചവരെ മുഴുവൻ അവിടുത്തെ പുരോഹിതന്മാർ കൊണ്ടുവന്ന് മഹാപുരോഹിതന് മുമ്പിൽ നിർത്തി തോറ ചൊല്ലിക്കുന്ന ആ അതിമനോഹരമായ ചടങ്ങ് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്കാണ് ദേവാലയത്തിൽ വേദം വായിക്കാൻ എഴുന്നേറ്റുള്ള അവസരമുള്ളത്. ഈ കുഞ്ഞിനെ ആ വീട്ടിലെ അമ്മ എന്തുമാത്രം കാര്യമായി പഠിപ്പിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ എത്തുന്ന യേശു കുഞ്ഞിനെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ അവർ എഴുതിയിരിക്കുന്നതാണ്, ഹന്നായും കുടുംബവും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. 9ാമത്തെ വാക്യം, അവർ അവിടെ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ ഒരുമിച്ച് പോയി ആരാധിക്കുക മാത്രമല്ല, അവർ ഒരുമിച്ച് ഭക്ഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ആരാധനയുടെ ഭാഗമാണ് ഭക്ഷണം. യഹൂദന്മാരുടെ എല്ലാ ആരാധനകൾക്കും എല്ലാ പെരുന്നാളുകൾക്കും ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്. എല്ലാ പെരുന്നാളുകളും അവസാനിക്കുന്നത് ഭക്ഷണത്തോടു കൂടെയാണ്. ഭക്ഷണ കൂട്ടായ്മ ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. ദൈവത്തെ ആരാധിക്കാൻ ചെല്ലുന്നവന് പ്രസാദം കിട്ടുന്ന രീതിയുണ്ട്. അമ്പലങ്ങളിലായാലും മോസ്കുകളിലായാലും മറ്റ് ദേവാലയങ്ങളിലായാലും ആരാധന കഴിയുമ്പോൾ ഒരു ദൈവികമായ എന്തോ ഒന്ന് ലഭിക്കുന്നത് പോലെ, അതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പ്രസാദമെന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ലഭിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അന്നത്തെ ആരാധനയിൽ അവരും കുടുംബമായി അങ്ങനെ പോയി പങ്കെടുത്ത ആളാണ്. പ്രിയപ്പെട്ടവരെ, ആദിമസഭയുടെ പ്രത്യേകത എങ്ങനെയല്ലായിരുന്നോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു. അവർ ഭക്ഷണം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരുമിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. മാത്രമല്ല, ആരാധനയിൽ 3ാമതൊരു അൾത്താര കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഹന്ന എന്ന് പറയുന്ന സ്ത്രീ റെയിലിങ്സിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി മൗനമായി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. 10-12 വാക്യങ്ങൾ നമുക്ക് കാണാം. വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഹന്ന പോയി ഒരക്ഷരം മിണ്ടാതെ അവിടെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ഏലി പുരോഹിതൻ ഇറങ്ങി വരുന്നു. അവളെ ഇരിപ്പ് കണ്ടപ്പോൾ പുരോഹിതന് പോലും സംശയം തോന്നി. പുരോഹിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് രാവിലെ വന്നിരുന്ന് ഇങ്ങനെ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ചെറുപറ പറയുന്നത്? അപ്പോൾ ഹന്ന പറയുന്നൊരു വാചകമുണ്ട്, യജമാനെ, നീ എന്നെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കോർപ്പറേറ്റ് വർഷിപ്പ് പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണൽ പ്രെയർ എന്ന് പറയുന്നത്, വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കിന്ന് ആരാധനയ്ക്ക് വന്നേച്ച് നിൽക്കാൻ നേരമുണ്ടോ? ഓട്ടമാണ്. ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ, പുരോഹിതനെ കണ്ട് ഒരു ഹലോ പറയാൻ, പുരോഹിതനോട് ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് അപേക്ഷിക്കാൻ നമുക്ക് നേരമുണ്ടോ? ആ കുടുംബത്തെ നോക്കൂ, എന്ത് ഭയങ്കരമാണ് നോക്കൂ. നമ്മളിന്ന് പ്രാർത്ഥന അട്ടഹാസമാണെന്ന് ധരിച്ചു വയ്ക്കുന്നൊരു കാലമാണ്. ഇവിടെ ഹന്ന ദൈവത്തെ ഓർക്കുകയാണ്. പുരോഹിതനോട് പറയുന്നു, ഞാൻ ദൈവത്തോട് എൻ്റെ ഹൃദയം പകരുകയാണ് ചെയ്തത്, എൻ്റെ സങ്കടങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ട അൾത്താരകളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഒരുമിച്ചുള്ള ആരാധന, വിശുദ്ധ സംസർഗത്തിന് പങ്കെടുക്കണം. കമ്മ്യൂണിയന് പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് വന്ന് കമ്മ്യൂണിയനിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗങ്ങളായി മാറും, സംശയമില്ല. ഒരുമിച്ച് ദേവാലയത്തിൽ പോകുമ്പോൾ സന്തോഷത്തോടെ കൂട്ടായ്മ അനുഭവിച്ച് മടങ്ങി വരണം. അത് മാത്രം പോരാ, വ്യക്തിപരമായ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കാണല്ലോ നേരമില്ലാത്തത്, അല്ലേ? നമുക്കൊക്കെ പണം ഉണ്ടായി തുടങ്ങിയ കാലത്ത് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ കുഴപ്പമുണ്ട്. നമ്മുടെ ടെലിവിഷൻ എന്ന് പറഞ്ഞ സംവിധാനത്തിന് മാറ്റം ഉണ്ടായി. ഒരു 30 വർഷം മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും മാത്രമേ നമുക്ക് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കലൊരു മലയാള സിനിമ, അതെന്നും ജമ്മീൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കണ്ട് നമ്മുടെ ഇടപാട് തീർന്നതാണ്. വല്ലപ്പോഴും ഒരു പാട്ട് കേൾക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പുതിയ ടെലിവിഷൻ ഉണ്ടായി. പുതിയ ടെലിവിഷൻ കേബിൾ വന്നു. കേബിൾ വന്നപ്പോൾ പറ്റിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? 140 ചാനലുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പം നമ്മുടെ വീടുകളുണ്ടായ ഒരു കുഴപ്പം ഞാൻ നിങ്ങളോട് പറയാം.
140-ലധികം ആഹ്ലാദത്തിന്റെ ചാനലുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ അനുഗ്രഹത്തിന്റെ ചാനൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, വേദവായന നഷ്ടപ്പെട്ടു പോയി. പകരം ടെലിവിഷനിൽ ഉന്മാദം കണ്ടെത്തുന്ന ഒരു തലമുറയായി നമ്മൾ മാറിപ്പോയി. അന്ന് സംഭവിച്ച ഏറ്റവും വലിയ കുഴപ്പമാണ് ആഹ്ലാദത്തിന്റെ 100 കണക്കിന് ചാനലുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ അനുഗ്രഹത്തിന്റെ ചാനലുകൾ പടിയിറങ്ങിപ്പോയി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ടെലിവിഷനിൽ കേബിളും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഏത് സമയത്തും എന്തും കാണാവുന്ന അവസരമാണ്. പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാൻ സ്വസ്ഥതയില്ല, കൺവെൻഷന് വന്നിരുന്നാൽ സ്വസ്ഥതയില്ല. ഈ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതെടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും യാതൊരു ലജ്ജയും ഇല്ലാതെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന് അൽമായക്കാരെ മാത്രം പറയണം, വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ മുമ്പിലിരുന്ന് ഫോൺ ചെയ്യുന്ന വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പറ്റിയ ഗതികേട് എന്താണെന്ന് ഓർത്തു നോക്കൂ. നമുക്കൊന്ന് സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ നേരമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അൾത്താരകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണോ? ആരാധനയുടെ അൾത്താരകൾ, പ്രാർത്ഥനയുടെ അൾത്താരകൾ കുടുംബങ്ങളിൽ പുനർനിർമ്മിക്കപ്പെടണം. ഈ വർഷത്തെ വാർഷിക കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യരോടും പറയട്ടെ, നിങ്ങളുടെ വീടുകളിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു അൾത്താര ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അത് പുനർനിർമ്മിക്കണം. ഈ കൺവെൻഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ഇതുകൊണ്ടുണ്ടാവേണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ തകർന്നു പോയ അൾത്താരകൾ പുനർനിർമ്മിക്കപ്പെടണം. അതുകൊണ്ട് എന്ത് പറ്റി? മനോഹരമായ ഒരു വാക്യമുണ്ട്, 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ അവളെ ഓർത്തു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹന്ന ദേവാലയത്തിൽ പോയപ്പോൾ അവൾ ദൈവത്തെ ഓർത്തത് കൊണ്ട് ദൈവം അവളെ ഓർത്തു. ദൈവത്തെ ഓർക്കുന്നവനെ ഒരിക്കലും മറക്കാത്ത ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയാണ്. നാട്ടുകാർ കളിയാക്കി, വീട്ടിലുള്ള സഹോദരി കളിയാക്കി, എല്ലാവരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവൾ ദൈവത്തോട് അവിടെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം തരാൻ തക്ക സമയത്ത് അവളെ ഓർത്തു, അവൾക്കൊരു സന്തതിയെ നൽകി. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഏതെങ്കിലും അൾത്താരകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നിയാൽ അത് പുനർനിർമ്മിക്കണം ഈ കൺവെൻഷൻ വന്ന് പങ്കെടുത്തതിലൂടെ. മൂന്നാമതൊരു കാര്യം വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫാമിലി ഈസ് എ ടെന്റ് ഓഫ് ഗ്രേസ്. കുടുംബം കൃപയുടെ കൂടാരമാണ്. കുടുംബം എന്ന് പറയുന്നത് കൃപയുടെ കൂടാരമാണ്. ഞാൻ വായിച്ച വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, 27, 28 വാക്യങ്ങളാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ദീർഘനാളുകളിലെ കുത്തലിന് ശേഷം, ദീർഘനാളുകളെ കളിയാക്കലിന് ശേഷം, ദീർഘനാളുകളെ കണ്ണുനീരിന് ശേഷം ദൈവം തമ്പുരാൻ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കുറിച്ചാണ് അവൾ പറയുന്നത്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം ഒന്ന് ചെറുതാക്കി പറയാം. യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം തന്നതല്ലാതെ എന്തെങ്കിലും കയ്യിലുള്ള ആളുകൾ ഈ പന്തലിന് കീഴിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം. ദൈവം തന്നതല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കൈപൊക്കാം. എങ്ങും ഒരു കൈയും കണ്ടില്ല. എനിക്ക് കണ്ണെത്താത്ത ദൂരത്തോളം ആളുകൾ ഇരിക്കുകയാണ്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. അങ്ങനെ നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്തു കൊടുത്തു? ഇതാ, ദീർഘനാളിലെ കുത്തലിന് ശേഷം, കളിയാക്കലിന് ശേഷം, കണ്ണുനീരിന് ശേഷം ദൈവം ഒരു സന്തതിയെ കൊടുത്തതിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഹന്ന. ഇതാണ് ഈ കുടുംബം കൃപയുടെ കൂടാരമാണെന്ന് പറയാൻ കാരണം. ദൈവം തന്നതിനെ സന്തോഷത്തോടെ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹന്നായെ നോക്കൂ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്താണ് കൃപ എന്ന്. സമ്പന്നനായ ദൈവം ദരിദ്രനായ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് 2 കൊരിന്ത്യൻസ് 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. സമ്പന്നനായ ദൈവം ദരിദ്രനായ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി ദരിദ്രനായി തീർന്നവനാണ്. നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കിയത് ദൈവം ദരിദ്രനായി തീർന്നുകൊണ്ടാണ്. നമ്മൾ സമ്പന്നനായതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഹന്ന തനിക്ക് ലഭിച്ചതിന്റെ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തു. ഇന്ന് ഈ കൺവെൻഷനിൽ
ആദ്യത്തെ 2 മണിക്കൂർ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മിഷനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട അച്ഛൻ വളരെ ആവേശത്തോടെ നമ്മളോട് പറഞ്ഞല്ലോ നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച്, ആ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ച് എന്ത് ഹൃദ്യമായി അച്ഛൻ നമ്മോട് സംസാരിച്ചു. നമുക്ക് മനസ്സുണ്ടാവണം, മനസ്സ് തുറക്കണം. ദൈവം തമ്പുരാൻ തന്നത് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാനുള്ള ബോധമുണ്ടാവണം. തന്നത് മുഴുവൻ നമുക്ക് അനുഭവിക്കാനല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സംഭവം പറഞ്ഞേച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളിൻ്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 82 വയസ്സുള്ള ഒരു അപ്പച്ചന് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അദ്ദേഹത്തിന് കലശലായി ചെസ്റ്റ് പെയിൻ ഉണ്ടായപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുവന്നു. അവർ അദ്ദേഹത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, പ്രധാനപ്പെട്ട ആർട്ടറികളെല്ലാം 3 ബ്ലോക്കുണ്ട്. അത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തീരുകയില്ല, അതുകൊണ്ട് ബൈപ്പാസ് സർജറി നടത്തണം. പക്ഷെ വയസ്സ് 82 പ്രായാധിക്യമായ ഒരു മനുഷ്യനെ അത് ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മക്കളോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ 2 മക്കളാണ്. മക്കൾ 2 പേരും വിദേശത്താണ്. മക്കളെ ഡോക്ടർമാർ വിളിച്ചു. ആ മക്കൾ പറഞ്ഞു, അപ്പച്ചൻ്റെ സർജറി നടത്തണം, എത്ര പ്രായമായാലും വേണ്ടിയല്ല. അപ്പച്ചൻ 2 ദിവസം കൂടെ ജീവിച്ചുള്ളെങ്കിൽ പോലും പേടി കൂടാതെ ജീവിക്കണം, അതുകൊണ്ട് സർജറി നടത്താൻ തീരുമാനിച്ചു. മക്കൾ വന്നു, അപ്പച്ചൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് പോകാൻ നേരത്ത് ബില്ല് കൊണ്ടുവന്നു. ബില്ല് അടച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എന്നെ ബില്ലൊന്ന് കാണിച്ചിട്ടേ അടയ്ക്കാവൂ എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും അപ്പച്ചനെ ഈ ബില്ല് കാണിക്കരുത്, കാരണം അപ്പച്ചൻ ഈ ബില്ല് കണ്ടുപോയാൽ നമ്മൾ ഈ ഓപ്പൺ ഹാർട്ട് നടത്തിയത് വെറുതെ ആയി പോകുമെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, അതല്ല, കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പിന്നെയും പറഞ്ഞു, ഒരു കാരണവശാലും അപ്പച്ചനെ കാണിക്കരുത്, കാരണം അപ്പച്ചൻ ഈ ബില്ല് കണ്ടാൽ ആകെപ്പാടെ പ്രയാസമാകും. ഉടനെ ഈ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പച്ചൻ പറഞ്ഞത് അനുസരിച്ച് മാത്രമേ ശീലമുള്ളൂ, അതുകൊണ്ട് അപ്പച്ചനെ കാണിച്ചിട്ട് അടയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ കയ്യിലോട്ട് ഈ ബില്ല് കൊടുത്തു. ഈ ബില്ല് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ, കാണിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഈ ബില്ലിലേക്ക് വീണു. അപ്പോഴത്തേക്ക് ഡോക്ടർക്ക് വേവലാതിയായി, കാരണം ഈ മനുഷ്യന് എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഡോക്ടർ അടുത്ത് ചെന്ന് അപ്പച്ചൻ്റെ തോളെ തട്ടിക്കൊണ്ട് നിന്നു. ഉടനെ അപ്പച്ചൻ തല ഉയർത്തി ഡോക്ടറോട് ഒരു വാചകം പറഞ്ഞു, ഇന്ന് ഈ മേലുകാവിലെ ഈ പന്തലിൻകീഴിലിരിക്കുന്ന സകല മനുഷ്യരും, ഓൺലൈനിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സകല മനുഷ്യരും ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആ അപ്പച്ചൻ ഡോക്ടറോട് പറയാം, ഡോക്ടറെ, ഞാൻ ഈ ബില്ല് കണ്ടുകൊണ്ട് കരഞ്ഞൊന്നുമല്ല, എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. 4 ലക്ഷം രൂപയുടെ ബില്ലാണ്, എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് കരഞ്ഞത് എന്ന് ഡോക്ടർ ചോദിച്ചല്ലോ. ഡോക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 10 ദിവസം എൻ്റെ ഹൃദയം കാത്തു സൂക്ഷിച്ചതിന് നിങ്ങൾ 4 ലക്ഷം രൂപ ബില്ലിട്ടെങ്കിൽ, കഴിഞ്ഞ 82 വർഷം എൻ്റെ ഹൃദയത്തിന് ഒരു കേടും കൂടാതെ സൂക്ഷിച്ച എൻ്റെ തമ്പുരാൻ ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. ഇന്ന് ഈ മേലുകാവിലെ പന്തലിൻകീഴിലിരിക്കുന്ന സകല മനുഷ്യരോടും ഈ രാത്രി ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇതുവരെ ആയുസ് തന്ന ഈ ദൈവത്തിന് നീ എന്തോ കൊടുത്തു? മുമ്പേ ഒരു സഹോദരൻ, ആന്ധ്രയിൽ വന്ന സഹോദരൻ കോവിഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് മാർത്തോമ പള്ളിയുടെ വികാരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലത്ത് എത്രയോ കോടീശ്വരന്മാരാണ് 1 യൂണിറ്റ് ഓക്സിജൻ കിട്ടാതെ കയ്യിൽ കോടികൾ വെച്ചുകൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചുപോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ നിനക്കായുസ് തന്ന ഈ ദൈവത്തിന് നീ എന്ത് കൊടുത്തു? എന്ത് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്? മിഷനെ കുറിച്ചൊരു വൈദികൻ പറയുമ്പോൾ നമുക്കൊക്കെ എന്ത് മാനസികമായ നിലപാടാണുള്ളത്? ഏതെങ്കിലും ആവശ്യത്തെക്കുറിച്ച് ബിഷപ്പ് പറയുമ്പോൾ എന്ത് മനോഭാവമാണ് നമുക്കുള്ളത്? ദൈവം തമ്പുരാൻ തന്നത് ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നിന്റെ വീട് കൃപയുടെ കൂടാരമാകുന്നത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു 10 രൂപ സ്തോത്രാഴ്ച ഇട്ടേച്ച് നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ്, അല്ലേ? ഈ അടുത്ത സമയത്ത് വാട്സാപ്പിൽ കണ്ട രസകരമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ഒരു 10 രൂപ കൊണ്ടുവന്ന് ഒരു പൂജാരിയുടെ കയ്യിൽ കൊടുത്തേച്ച് പറയാണ്, ഒരു പുഷ്പാർച്ചന, ഒരു നെയ്വിളക്ക്, ഒരു വെടിവഴിപാട്, ഒരു ശത്രുസംഹാര പൂജ, പിന്നെ ഒരു നൈവേദ്യം, 10 രൂപ കൊടുത്തേച്ച്. ഉടനെ പൂജാരി മുഖത്ത് നോക്കിച്ച് പറയാണ്, ബാക്കിയും കൊണ്ട് ഞാൻ ഈ കൊടിമരം അങ്ങ് സ്വർണം പൂശിയേക്കട്ടെ എന്ന് 10 രൂപ കൊടുത്തേച്ച്. ഇത്രയും കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ 10 രൂപ സ്തോത്രാഴ്ച സഞ്ചിക്കാത്തിട്ടേച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 5-6 കൂട്ടം കാര്യം കേട്ടപ്പോൾ പൂജാരി ചോദിച്ച ചോദ്യമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ചിലപ്പോൾ ആളുകളോട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഇട്ടത് കൊണ്ട് ഞാൻ പള്ളി അങ്ങ് സ്വർണം പൂശിയേക്കട്ടെ എന്ന്. ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സുണ്ടോ? ഇതാ ഹന്ന പഠിപ്പിക്കുന്നു, ഒന്നിനെ കിട്ടിയുള്ളൂ, അതിനെ ദൈവത്തിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബം
കൃപയുടെ കൂടാരമാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ കൊണ്ട് നമ്മുടെ കൺവെൻഷൻ അവസാനിക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷൻ 8 ദിവസം ഇത്രയും പണം മുടക്കി, ഈ വലിയ പന്തലിട്ട്, ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി, വചന ശുശ്രൂഷ നടത്തി, എവിടുന്നെല്ലാം ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു, ഏതെല്ലാം തരം ആളുകൾ വന്ന് പ്രസംഗിച്ചു. ദൈവവചനം കേട്ടിട്ട് എന്ത് ഗുണമുണ്ടായി? കേട്ടേച്ച് അതുപോലെ ഇറങ്ങിപ്പോകുന്നവനാണോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിന് അവകാശിയായി തീരുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു രൂപാന്തരം ഉണ്ടാവണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാവണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞ കുടുംബം എന്താണ്? ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളുടെ പണിശാലയാണ് കുടുംബം. ഫാമിലി ഈസ് എ ടെന്റ് ഓഫ് ഗ്രേസ്. കൃപയുടെ കൂടാരമാണ് കുടുംബം എന്ന് പറയുന്നത്. ഫാമിലി ഈസ് ആൻ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. ആരാധനയുടെ അൾത്താരയാണ് കുടുംബം. അങ്ങനെ അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളായി ഈ പ്രദേശത്ത് ജീവിക്കുവാൻ, ഈ മഹായിടവകയിൽ ജീവിക്കുവാൻ, ഈ ദേശത്ത് ജീവിക്കുവാൻ, ഈ രാജ്യത്ത് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും, ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട തിരുമേനിയോടും മറ്റെല്ലാവരോടും എൻ്റെ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നാം ശ്രവിച്ച അത്ഭുതകരമായ ദൈവവചനം ക്രിയ എന്നതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ KG ദയാനിൽ തിരുവേനി ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന് ഞങ്ങളുടെ മധ്യേ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത കർത്താവേ, ആ വചനം ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ദാസനിലൂടെ ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ ജഡത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ക്രിയ ചെയ്ത് നീ അതിലൂടെ ജീവിപ്പാൻ മുഖാന്തരമായി തീരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ പിതാവേ തകർന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനും, പിതാവേ നീ നൽകുന്ന കൃപകള് വിനയത്തോടെ സ്വീകരിച്ച് കൃപയിൽ വളരുവാനും, നീ ഞങ്ങൾക്ക് നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ മാത്രമല്ല സന്തോഷത്തോടെ കൊടുക്കുവാനും ഞങ്ങൾക്ക് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച നിന്റെ ദാസനെ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ രാത്രി ഞങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായ സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവ് തുറന്നും പ്രവർത്തിക്കണമേ. പിതാവേ, ആത്മാവിൻ്റെ പിന്മഴ അയച്ച് 100, 60, 30 മേനി ഫലം തരുന്ന അനുഭവത്തിലേക്ക് അതിനെ നീ രൂപാന്തരപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലവും പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നുവരെ നമ്മൾ കേട്ടതായ വചനങ്ങൾ, പ്രത്യേകിച്ച് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ എടുത്ത ചിന്താവിഷയത്തിന് അതിനോട് ഏതാണ്ട് 100% കൂറു പുലർത്തുന്ന രീതിയിലാണ് നമ്മുടെ മധ്യേ കടന്നു വന്ന ദൈവദാസന്മാർ വചന ശുശ്രൂഷ നടത്തിയത്. അതിൻ്റെ വിവിധ തലങ്ങളിൽ നമുക്ക് കേൾക്കാനാണ് ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് കേൾക്കാൻ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തെ സെഷനിലും കേൾക്കാൻ പറ്റിയത്, നമ്മൾ പലപ്പോഴും വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ ആണെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ വളരെ ആഴമായ മറ്റു വശങ്ങളും കൂടെ നമുക്ക് ധ്യാനിപ്പാനുള്ള ഇടയായിത്തീരും. തീർച്ചയായിട്ടും അച്ഛൻ ഞങ്ങളുടെ മധ്യേ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി. ഒരുപക്ഷെ പഴയ നിയമത്തിൽ നിന്നുള്ള വ്യാഖ്യാനം കേൾക്കാൻ കുറെ കൂടെ നമുക്ക്, എനിക്ക് കുറെ കൂടെ ഇഷ്ടമായിട്ട് തോന്നി. ഒരുപക്ഷെ അച്ഛൻ ആ മേഖലയിൽ കുറെ കൂടെ ആഴമായ പഠനങ്ങൾ നടത്തിയൊരു വ്യക്തി എന്നുള്ള നിലയിലും, പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടപ്പോൾ, ഇന്നും രാവിലെ തൊട്ട് കേൾക്കുമ്പോൾ അച്ഛൻ ഇതിനുവേണ്ടി മാത്രം തയ്യാറായതാണോ എന്ന് തോന്നുമാറ് കുടുംബ ജീവിതത്തെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വളരെ ശക്തമായി പറയാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും മകളുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ
ഞങ്ങൾ അച്ഛന് എല്ലാവിധമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബെനുക്കൊച്ചമ്മയ്ക്കും പ്രത്യേകമായുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. ആമേൻ.